ബി ഗോപാലകൃഷ്ണൻ ഇന്നിപ്പോൾ മൻമോഹൻ സിംഗിന്റെ ഒരു കത്ത് പുറത്തു വന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുഴുവനും നിശബ്ദനായി നോക്കിക്കണ്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിലായിരുന്നുവല്ലോ ഈ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിട്ടുള്ള വലിയ പ്രഹരശേഷിയുള്ള മുഴുവൻ പരാമർശങ്ങളും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പരാമർശം അദ്ദേഹം ഭരിക്കുന്ന കാലയളവിലെ സമീപനം ഒക്കെ വെച്ചുകൊണ്ടാണല്ലോ. അപ്പോൾ മൻമോഹൻ സിംഗിന്റെ കത്തിൽ പറയുന്നു, ഇതുവരെ ഒരു പ്രധാനമന്ത്രിയും ഇത്രയും വെറുപ്പ് നിറഞ്ഞ പരാമർശങ്ങൾ തിരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയിട്ടില്ല എന്നുള്ളത് മൻമോഹൻ സിംഗിന്റെ പരാതിയായിട്ട് വരുന്നു. നമുക്കറിയാം മൻമോഹൻ സിംഗിനെ ഇന്ത്യ നോക്കിക്കാണുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. മൻമോഹൻ സിംഗിനെ പറ്റി BJPക്ക് പോലും വലിയ തോതിലുള്ള വിമർശനങ്ങൾ അത്രമേൽ ഉയർത്തേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പരാമർശത്തെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? മാത്രമല്ല, പ്രധാനമന്ത്രിക്ക് അങ്ങനെ തുടർ പ്രഹരങ്ങൾ കോടതിയിൽ നിന്ന് ഏൽക്കുന്നുണ്ടോ അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യത്തിലടക്കം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും പഞ്ചാബിലൊക്കെ വലിയ സ്വാധീനം വരുത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് കിട്ടിയിരുന്ന സീറ്റുകളിലടക്കം അരവിന്ദ് കെജ്രിവാളിന്റെ ജാമ്യമടക്കമുള്ള കാര്യങ്ങൾ, അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ നിങ്ങൾക്ക് തിരിച്ചടിയാകുമോ? ഞാൻ നിങ്ങൾ ചോദിച്ചതിന് ഉത്തരം പറയാം. അതിനു മുമ്പ് എൻ്റെ സഹ പാനലിസ്റ്റുകൾ, ഞാൻ വളരെ മാന്യമായിട്ടാണ്, ഒരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നില്ല. പ്രധാനമന്ത്രിയെക്കുറിച്ചൊക്കെ കോമാളി എന്നൊക്കെ പറയുന്നത് ശരിയല്ല. കോമാളി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ജിൻഡോ, നിങ്ങളുടെ നിലവാരത്തിന് യോഗ്യമല്ലാതെ, ഈ ചർച്ചയുടെ നിലവാരത്തിന് യോഗ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പ്രതിഷേധിച്ചത്. രണ്ടാമത്തെ കാര്യം, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത് ആരായാലും ആ പ്രധാനമന്ത്രി നാട്ടുകാരുടെ ചെലവിൽ തന്നെയാണ് മുന്നോട്ട് പോവുക. അത് പ്രധാനമന്ത്രി മാത്രമല്ല, ഇത്രയും കാലം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ആയാലും മൻമോഹൻ സിംഗ് ആയാലും ഇന്ദിരാഗാന്ധി ആയാലും ഈ ലോകം മുഴുവനും ടൂറടിച്ചതും സ്വന്തം കല്യാണത്തിന് ഭാര്യയെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ കപ്പലിൽ, അതിൻ്റെ ഇതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, ഇന്ത്യയുടെ നാവികസേനയുടെ കപ്പലിൽ മധുവിധം ആഘോഷിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിൻ്റെ. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ നാട്ടുകാരാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പറഞ്ഞല്ലോ നാട്ടുകാർ മുഴുവനും കണ്ണീരിലാണ്. എന്നാൽ പിന്നെ ആ നാട്ടുകാരെ ആ കണ്ണീര് വറ്റിച്ച് ആ നാട്ടുകാരുടെ വോട്ട് നേടി നിങ്ങൾ വാ. എന്താ നിങ്ങൾക്ക് വരാൻ പറ്റാതെ പോയത്? 2019 അദ്ദേഹം ഇതേപോലെ തന്നെ ധ്യാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ആ ഗുഹയിലിരിക്കും, ഇനി തിരിച്ചു വരില്ല, ആ ഗുഹയിൽ നിന്ന് വെളിയിലിറങ്ങില്ല. അദ്ദേഹം വെളിയിൽ വന്നു. കഴിഞ്ഞ പ്രാവശ്യം 2014 കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റോടുകൂടി വെളിയിൽ വന്നു. നിങ്ങൾക്ക് മാനസിക വിഭ്രാന്തിയാണ്. ആ വിഭ്രാന്തിക്ക് ഒരു പരിഹാരവും ഇല്ല. അതിനുള്ള ആകെ ഒരു പരിഹാരം, ഒന്നുകിൽ നിങ്ങൾ ഏതെങ്കിലും മാനസിക ഡോക്ടറെ കാണുക, അതല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യം. ഇനി കുറച്ച് കഴിഞ്ഞാൽ പറയും EVM-ൻ്റെ കുഴപ്പമാണ്. ഇപ്പം നിങ്ങൾ കമ്മീഷനായി, കുറേ കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പറയും, 4-ാം തീയതി പറയും നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ കംപ്ലീറ്റ് EVM BJPക്ക് വോട്ട് മറിച്ചു. എന്നാൽ രാജസ്ഥാനിലോ അവിടെ കുഴപ്പമില്ല, കർണാടകയിലോ അവിടെ കുഴപ്പമില്ല. അതുകൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങളോട്, ഞാൻ രണ്ടുപേരോടും പറയാനുണ്ട്. നിങ്ങളോട്, നരേന്ദ്രമോദിയും ഭാരതീയ ജനതാ പാർട്ടിയും മഹാത്മാഗാന്ധിയെ നിന്ദിച്ചിട്ടില്ല. മഹാത്മാഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ പേര് തട്ടിപ്പിലൂടെ തട്ടിയെടുത്ത് ഗാന്ധിജിയുമായി പുലബന്ധമില്ലാത്തവർ ഗാന്ധിയുടെ പേരും പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ രാജകുമാരനായി വിലസുന്നതാണ് ഗാന്ധി നിന്ന. നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് ഈ ഗാന്ധി 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 എന്ന് പറഞ്ഞ് നടക്കുന്നത്? നീ മഹാത്മാഗാന്ധിയും നിങ്ങളുടെ ഗാന്ധിയും തമ്മിൽ എന്ത് ബന്ധമാണ്? ഒരു ബന്ധവുമില്ല. ഗാന്ധി എന്നുള്ള പേരേ ഇല്ല. എന്നിട്ടും ഗാന്ധി എന്ന് പറഞ്ഞ ആളുകളെ പറ്റിക്കല്ലേ? അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഇവിടെ കിടന്ന് പറയുന്നതിൽ എനിക്ക് വിരോധമില്ല. ജൂൺ 4-ാം തീയതി കാണാമല്ലോ. ജൂൺ 4-ാം തീയതിയും ഇതേപോലെ പറയണം. അല്ലാതെ തെരഞ്ഞെടുപ്പ് മിഷനെ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിക്കരുത്. പിന്നെ അനിൽകുമാറെ എൻ്റെ കോളേജിലാണ് നടന്നത്, കേരളവർമ്മ കോളേജിൽ. ഞാൻ ദൃക്സാക്ഷിയാണ്. നിങ്ങൾ പലതും പറയും, പല സമയത്തും പല രീതിയിലും പറയും. ഞാൻ ഈ ചർച്ചയിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യമൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെക്കൊണ്ട് പറയാതിരിക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾ പറഞ്ഞു, എന്താണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എന്തു പങ്കാളിത്തമാണ്? വയനാട്ടിൽ നിങ്ങൾ മത്സരിച്ച വിപ്ലവ സിംഹം കോൺഗ്രസിനെ എതിർത്തു. എന്നിട്ട് ഡൽഹി പോയിട്ട് കോൺഗ്രസിന് വോട്ട് ചെയ്ത വിപ്ലവ സിംഹം. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിൽ ഉപ്പ് വെച്ച കലം പോലെ തകർന്നു പോയില്ലേ നിങ്ങൾ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അസ്തിത്വം ഉണ്ടോ? ഈ കേരളം വിട്ടാൽ എൻ്റെ പിണറായി വിജയൻ 4-ാം ഘട്ടത്തിലും 5-ാം ഘട്ടത്തിലും 6-ാം ഘട്ടത്തിലും 7-ാം ഘട്ടത്തിലും എൻ്റെ ഇന്ത്യയിൽ എവിടെയെങ്കിലും പോയി ഒരു സ്ഥലത്ത് പ്രചരണത്തിന് പോവാഞ്ഞ്
അങ്ങേർക്ക് നല്ല ബോധ്യമുണ്ട് ഒരു കാര്യവും ഇല്ലാന്ന്. അതാണ് അതിൻ്റെ കാരണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്നറിയോ, ഈ നരേന്ദ്രമോദിയെ എതിർക്കുക ഒരു കാര്യവുമില്ല. നിങ്ങളിങ്ങനെ നരേന്ദ്രമോദി എതിർത്തിട്ട് അംബാനിയും അദാനിയുടെയും ഒക്കെ കഥ പറഞ്ഞ് നിങ്ങൾ ജന്മം പാഴാക്കാം. പക്ഷെ മോദിയെയോ BJPയോ തൊടാൻ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരും 4-ാം തീയതി. അപ്പം നിങ്ങൾ ഒന്നുകിൽ മാനസിക ആശുപത്രി പോകേണ്ടി വരും, അതല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ നിങ്ങൾ ഉൾക്കൊള്ളേണ്ടി വരും. ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വേണം. പിന്നെ മൻമോഹൻ സിംഗിന്റെ കാര്യമാണ് മാധു ചോദിച്ചത്. മൻമോഹൻ സിംഗിന് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള പദവി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു പാവ പ്രധാനമന്ത്രി ആയിരുന്നു. അതുകൊണ്ടാണല്ലോ അദ്ദേഹം എടുത്ത തീരുമാനം ഈ രാജകുമാരൻ പത്രസമ്മേളനം നടത്തി വലിച്ചു കയറി കളഞ്ഞത്. ശ്രീ ബി ഗോപാലകൃഷ്ണൻ, നരേന്ദ്രമോദിയെ പറ്റി പറയുമ്പോൾ വ്യക്തിപരമായ വിമർശനങ്ങൾ എന്ന് പറയാനറിയാം. മൻമോഹൻ സിംഗിനെ പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു മനുഷ്യൻ, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാനി, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളെ പാവ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല. അല്ല, പാവാന്ന് ഞാൻ പറഞ്ഞതല്ല, അത് നിങ്ങൾക്ക് അറിയില്ലേ. പാവ എന്ന് ഇന്ത്യയിലെ മാധ്യമങ്ങളാണ് പറഞ്ഞത്. മനോരമയും മാതൃഭൂമിയും ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും. ആ ഭാഷ ഞാൻ കടമെടുത്തു മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ തെറ്റാണെങ്കിൽ ഞാൻ പിൻവലിക്കാം. മൻമോഹൻ സിംഗ് ഒരു പാവയാണ് എന്നൊരു പരാമർശം ഉണ്ടായതായി എനിക്കറിവില്ല. അങ്ങേക്ക് അറിവുണ്ടെങ്കിൽ അങ്ങ് പറയണം. എന്നാ നിങ്ങൾക്കറിയാത്ത പല കാര്യമുണ്ട്. അല്ല, എനിക്കറിയാത്ത പല കാര്യങ്ങളുണ്ടാവും. ഈ കാര്യം എനിക്കറിയില്ല. എനിക്കറിയാത്ത പല കാര്യങ്ങളുണ്ടാവും. ഈ കാര്യം എനിക്കറിയില്ല. അങ്ങേക്ക് അറിയാമെങ്കിൽ അങ്ങത് പറയണം, അങ്ങത് കാണിച്ചു തരണം. അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 2014 ഈ പ്രധാനമന്ത്രി ആയിരുന്നില്ല നരേന്ദ്രമോദി. അന്ന് അദ്ദേഹം ധ്യാനത്തിന് പോയത് അറിയില്ല എന്ന്. അദ്ദേഹം പ്രതാപ് ഘട്ടില പോയത് മഹാരാഷ്ട്രയിൽ. അതൊക്കെ ഇവിടുത്തെ എല്ലാ യൂട്യൂബ് ചാനലുകളിലും വരെ ഇപ്പോൾ ഉണ്ട്. അത് നിങ്ങൾ അറിയാത്തത് എന്റെ പ്രശ്നമുള്ളത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഈ 10 വർഷം രാജ്യം ഭരിച്ചതിന് ശേഷം പ്രധാനമന്ത്രിയായി പോകുന്നതും ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചു കയറി വരുന്ന ഒരാളുടെയും 2 തരത്തിലുള്ള രാഷ്ട്രീയ പ്രൊഫൈലാണ്. അവർക്ക് രണ്ടുപേർക്കും കിട്ടുന്ന പ്രാധാന്യം രണ്ടാണ്. ദേശീയ മാധ്യമങ്ങൾ, ദേശീയ വാർത്താ ഏജൻസികൾ ഇതുപോലെ ഊഴമിട്ടിരുന്ന്, ഈ യൂട്യൂബ് ചാനലൊക്കെ അവിടെ നിൽക്കട്ടെ, ഊഴമിട്ടിരുന്ന് പല ആംഗിളുകൾ റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്നില്ല. അപ്പൊ അത് അവനവന്റെ ഒരു രാഷ്ട്രീയ ബോധ്യവും ധാർമ്മികതയിൽ നിന്ന് ഉണ്ടാകേണ്ട തീരുമാനവുമാണ്. അങ്ങനെ വേണ്ടതുണ്ടോ എന്നുള്ളത്. പിന്നെ ഈ ധ്യാനം, ക്യാമറ വെച്ചാണ് ധ്യാനം. ഇപ്പോൾ ഈ പറയുന്ന തീരുമാനങ്ങളിൽ, ഈ പറയുന്ന നടപടികളിൽ, ഈ പറയുന്ന പ്രോസസ്സുകളിലൊന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഒരു പങ്കുമില്ല എന്നുള്ളതാണോ? പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അദ്ദേഹം ധ്യാനം ഇരിക്കുന്ന മുറിക്ക് പുറത്തെ മതി ഈ പറയുന്ന ദൃശ്യവൽക്കരണം എന്ന് വേണമെങ്കിൽ പറയാലോ. അപ്പോ എന്നെ കാണണം എന്നൊരു തീരുമാനം അവിടെ നിന്ന് എടുക്കപ്പെടുന്നുണ്ട് അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ മലയാള ഭാഷ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയത് എൻ്റെ കുഴപ്പമല്ലെന്ന്. 2014 നരേന്ദ്രമോദി ഇരുന്നപ്പോൾ ആരും അറിഞ്ഞില്ല, നിങ്ങളും അറിഞ്ഞില്ല. കാരണം അന്ന് പ്രധാനമന്ത്രി അല്ല, ഇന്ന് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ലോകമറിയും. അത് നാട്ടുകാരുടെ ചെലവിലാണ് പോയിരിക്കുന്നത് എന്ന് പറയുന്നത് എന്ത് മണ്ടത്തരമാണ്. നാട്ടുകാരുടെ ചെലവ് എന്നുള്ളത് കോൺഗ്രസ് പറഞ്ഞ ആരോപണമാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയമായത് ഉന്നയിക്കാം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഞാൻ ചോദിച്ചത് 2014 ദേശീയ മാധ്യമങ്ങൾ ഇങ്ങനെ ഊഴമിട്ട് റെക്കോർഡ് ചെയ്ത് നാട്ടുകാരെ കാണിച്ചിട്ടില്ല. ഈ പറയുന്ന സമയത്തും ധ്യാനമിരിക്കുന്ന മുറിക്ക് പുറത്തു മതി ക്യാമറ എന്ന തീരുമാനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് എടുക്കാത്തത് എന്താണ്? എന്റെ മാധു, നാളെ മാധു പ്രധാനമന്ത്രി ആയിക്കോ. അപ്പോഴും ഈ ചാനലുകളും ഇവരെല്ലാരും വരും. അല്ല, വരുമെന്നേ. അപ്പോ ഞാനാണ് തീരുമാനിക്കേണ്ടത്. എന്റേത് ഏകാഗ്രമായ ധ്യാനമായിരിക്കണമോ, അവിടെ മറ്റുള്ളവർ കടന്നു വരണമോ, ആ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കണോ, ആ ക്യാമറയുടെ ലൈറ്റ് എന്റെ മുഖത്തടിക്കണമോ എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അല്ലേ? അല്ല, നിങ്ങൾ അങ്ങനെ വല്ലാതെ പ്രധാനമന്ത്രി തീരുമാനിക്കൂ. അല്ലല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് തിരിച്ച്. ഇത് 2-3 പ്രാവശ്യം പറഞ്ഞതാ. ഗുഹയിൽ പോയിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഗുഹയിൽ പോയിട്ട് ഉള്ളിൽ യാതൊരു ക്യാമറ ഉണ്ടായിരുന്നില്ല. അന്നും നിങ്ങൾ ഈ പറഞ്ഞത് ഇത് തന്നെയാണ്. കാണാം ലോകം. നരേന്ദ്രമോദി, ഒന്ന് ദേവി തന്നെ പറയാൻ അനുവദിക്കൂ. നരേന്ദ്രമോദി സ്വന്തം വീട്ടിൽ പോയി മൗനമൃതാലും ലോകം കാണും. അത് അദ്ദേഹം പ്രധാനമന്ത്രി ആയതുകൊണ്ടാണെന്ന്.
നാളെ മാധു പ്രധാനമന്ത്രി ആയാലും ഇത് കാണും. അവിടെ ഒരു പേഴ്സണൽ ചോയ്സ് ഉണ്ട്. ബി ഗോപാലകൃഷ്ണൻ, ഞാൻ നേരത്തെ പറഞ്ഞ മലയാളം അങ്ങേക്ക് മനസ്സിലാകുന്നില്ലേ? അവിടെ ഒരു പേഴ്സണൽ ചോയ്സ് ഉണ്ട്. എന്റെ ബെഡ്റൂമിലേക്ക് അല്ലെങ്കിൽ എന്റെ ഏറ്റവും പേഴ്സണലായ സ്പേസിലേക്ക്, ഞാൻ ധ്യാനം ഇരിക്കുന്ന ഏറ്റവും പേഴ്സണലായ സ്പേസിലേക്ക് ക്യാമറ കടന്നു വരണമോ എന്ന് തീരുമാനിക്കുന്നത് ഞാനല്ലേ? നിങ്ങൾ എന്തിനാ അസൂയ? ക്യാമറയിൽ കാണട്ടെ, നിങ്ങൾക്ക് എന്താ വിഷമോ? അല്ല, ക്യാമറ കാണട്ടെ എന്ന തീരുമാനം അവിടെ ഉള്ളപ്പോഴാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് എന്റെ അസൂയാണോ നിൽക്കട്ടെ, ഞാൻ അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നില്ല, അതവിടെ നിൽക്കട്ടെ. അല്ല, പ്രതിപക്ഷം പരാതി ഉന്നയിക്കുന്നത് എന്റെ അസൂയ അല്ല അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ഈ നാട്ടിലെ പ്രതിപക്ഷത്തിന് ഇതിലൊരു ഫെയർ പ്ലേ ഗ്രൗണ്ട് ഇല്ല എന്നൊരു വിമർശനമുണ്ടെന്നേ, എന്നൊരു വിമർശനമുണ്ട്. അത് ഈ നിശബ്ദ പ്രചാരണത്തിന്റെ സമയത്ത് നേരത്തെ 2 തവണ പറഞ്ഞതുപോലെ ഏറ്റവും ലൗഡായ പ്രചാരണം ദൃശ്യങ്ങൾ കാണുന്നത് കൊണ്ടാണ്. അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, പ്രധാനമന്ത്രിയുടെ ഓഫീസിന് അതിലൊരു തീരുമാനമില്ലേ? അദ്ദേഹം ധ്യാന നിമഗ്നനായിരിക്കട്ടെ, അദ്ദേഹത്തെ മറ്റാരും ശല്യപ്പെടുത്തരുത് എന്നൊരു തീരുമാനം അദ്ദേഹത്തിന് എടുക്കാൻ കഴിയില്ലേ? ക്യാമറ വേണ്ട എന്ന തീരുമാനം എടുക്കാൻ പ്രതിബദ്ധമായിരിക്കുന്നത് എന്താണ്? നിങ്ങൾ എന്ത് വിഡ്ഢിത്തരായി വിളിച്ചു പറയുന്നത്? ഞാൻ പറയുന്ന വിഡ്ഢിത്തരാണെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ അങ്ങ് പറയുന്നത് അങ്ങനെയാണ് എന്ന് എനിക്കും തോന്നാം. ഞാനെന്ന് നിങ്ങൾക്ക് തോന്നിക്കോ, പക്ഷെ എന്നെ പറയാൻ ചോദിച്ചാൽ മതി. അതായത് ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ ഇരുട്ടത്ത് പോയിരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്? നരേന്ദ്രമോദി മൗനത്തിലിരിക്കാൻ പാടില്ല. നരേന്ദ്രമോദി മൗനത്തിലിരിക്കുന്നത് കാണിക്കാൻ പാടില്ല. നരേന്ദ്രമോദി മൗനത്തിലിരിക്കുന്നത് ജനങ്ങൾ അറിയാൻ പാടില്ല. ഇതെന്തും മര്യാദകളാണ്? അതെവിടെയാണ് എഴുതി വച്ചിരിക്കുന്നത്? അത് ആരോടാ പറയേണ്ടത്? നിങ്ങൾക്ക് സൗകര്യമുള്ള പോലെ ചെയ്യാം. അത് നരേന്ദ്രമോദിക്കും ചെയ്യാം, രാഹുൽ ഗാന്ധിക്കും ചെയ്യാം. രാഹുൽ ഗാന്ധി ചെയ്യുമ്പോൾ എതിർപ്പും നരേന്ദ്രമോദി ചെയ്യുമ്പോൾ അനുകൂലിക്കുകയും ചെയ്താൽ നിങ്ങൾ ഈ പറഞ്ഞതിന് അർത്ഥമുണ്ട്. നരേന്ദ്രമോദിയെ വെളിയിൽ കാണാൻ പാടില്ല. നിങ്ങളുടെ ആഗ്രഹമാണ് നരേന്ദ്രമോദിയെ കാണരുത് ജനങ്ങൾ. നിങ്ങളുടെ ആഗ്രഹം. ആ വിമർശനത്തിന്റെ കാതലിനെ ബിജെപിയുടെ പ്രതിനിധിയോട് ചോദിച്ചു എന്നേ ഉള്ളൂ. അത് അസൂയാണ്, അത് അത്തരം വികാരങ്ങളാണ് എന്നൊക്കെ പറയുന്നത് ആ കാഴ്ചപ്പാടിന്റെ കുറവ് കൊണ്ടാണ്.